ഗൂഗിൾ പേ സൗകര്യം ഉപയോഗിക്കാത്തവർ കുറവായിരിക്കും. പേഴ്സണൽ ട്രാൻസാക്ഷൻ ബിൽ പേയ്മെന്റ് തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇനി മുതൽ ചില സേവനങ്ങൾക്ക് ഗൂഗിൾ പേ കൺവീനിയന്റ് ഫീ ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബിൽ പേയ്മെന്റുകൾക്ക് ഇനി മുതൽ കൺവീനിയൻസ് ഫീ ഈടാക്കുക. വൈദ്യുതി ബിൽ, ഗ്യാസ് ബിൽ തുടങ്ങിയ എല്ലാ പേയ്മെന്റുകൾക്കും ഇനി മുതൽ അധിക ചാർജ് ഈടാക്കും. ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ വഴി പണമടയ്ക്കുന്ന ഉപഭോക്താക്കൾക്കാണ് ഈ നിരക്കുകൾ ബാധകമായി വരുന്നത്. എന്നാൽ എത്ര രൂപയാണോ ഇടപാട് നടത്തുന്നത് അതിന്റെ 0.5% മുതൽ 1% വരെ ഫീസും GSTയുമാണ് ഈടാക്കുക. ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പേയ്മെന്റുകൾ പ്രോസസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾ വഹിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് കൺവീനിയൻസ് ഫീസ് എന്നാണ് ഗൂഗിൾ പേ നൽകുന്ന വിശദീകരണം. കൺവീനിയൻസ് ഫീ എത്രയെന്ന് പേയ്മെന്റിന് സമയത്ത് വ്യക്തമാക്കുമെന്നും ഗൂഗിൾ പേ അറിയിച്ചു. എന്നാൽ UPI ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ടുള്ള ഇടപാടിന് ഫീസ് ഒന്നും നൽകേണ്ടതുമില്ല. ഗൂഗിൾ പേ പ്രത്യേക ചാർജുകൾ ഈടാക്കുമെന്നുള്ള കാര്യം അറിയിക്കുന്നത് ഇത് ആദ്യമല്ല. കഴിഞ്ഞ വർഷം മൊബൈൽ റീചാർജുകൾക്ക് 3 രൂപ കൺവീനിയൻസ് ഫീ ഈടാക്കുമെന്ന് കമ്പനി അറിയിച്ചിരുന്നു. ആമസോൺ പേ, ഫോൺ പേ തുടങ്ങിയ മൊബൈൽ പേയ്മെന്റ് ആപ്പുകൾ നേരത്തെ തന്നെ സമാനമായ ചാർജുകൾ ഏർപ്പെടുത്തിയിരുന്നു.